മുൻ സർക്കാരുമായിട്ടും വളരെ നല്ല ബന്ധമായിരുന്നു. ഇപ്പോഴത്തെ സർക്കാരുമായിട്ട് വളരെ നല്ല ബന്ധമാണ് ഇപ്പോഴുള്ളത്. ആഗ്രഹിക്കുന്നത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ ഞങ്ങൾ പോയി കണ്ടിരുന്നു. കണ്ട സമയത്ത് വളരെ പോസിറ്റീവായിട്ടാണ് അദ്ദേഹം പ്രതികരിച്ചത്. ഞങ്ങളും വളരെ ക്രിയാത്മകമായിട്ടുള്ള പിന്തുണ ഗവൺമെൻറ് നൽകുകയും വികസനത്തിന് വേണ്ടിയുള്ള എല്ലാ സഹായവും ചോദിച്ചിരുന്നു. അതിനുശേഷം 2 മന്ത്രിമാരെ കണ്ടു. നമ്മുടെ തിരുവനന്തപുരത്തുള്ള 2 മന്ത്രിമാർ, ശ്രീ കെ മുരളീധരനെയും ശ്രീ CP ജോണിനെയും. ഈ 2 വിഭാഗവും കോർപ്പറേഷനുമായിട്ട് സഹകരിച്ച് പോകേണ്ടത്. CP ജോൺ, അതും കൂടെ പറയാം, ഒരു ആദ്യഘട്ടം സംസാരിച്ചു. KSRTC ആണല്ലോ കോർപ്പറേഷനുമായിട്ട്, നമ്മുടെ 115 ബസ്സും കൂടെ അവിടെ ഓടുകയാണല്ലോ. സംസാരിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിൽ മന്ത്രിയുടെ സാന്നിധ്യത്തിൽ തന്നെ, ബഹുമാനപ്പെട്ട മന്ത്രിയുടെ സാന്നിധ്യത്തിൽ തന്നെ അടുത്ത ദിവസം വീണ്ടും KSRTC ഉദ്യോഗസ്ഥരുമായിട്ട് ഞങ്ങൾ ചർച്ച നടത്തുന്നുണ്ട്. കഴിഞ്ഞ ഘട്ടം നടത്തിയ ചർച്ചകളുടെ തുടർച്ചയായിട്ട് അതിൽ ഇലക്ട്രിക് ബസ്സുകൾ നഗരത്തിൽ ഓടുന്നതിൻ്റെ വിവിധ വശങ്ങൾ കഴിഞ്ഞ ദിവസം കണ്ടപ്പോൾ സംസാരിച്ചിരുന്നു. പിന്നെ മറ്റൊരു കാര്യം മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയത്, ഇന്നലെ ഞാനും അനുഭവസ്ഥനാണ്, നിങ്ങളൊക്കെ പല ദിവസവും അനുഭവിച്ചു കാണും. വൈകുന്നേരം ഒരു 6 മണിയായി കഴിഞ്ഞാൽ ഈ നമ്മുടെ സിറ്റിയിലെ പല ഭാഗങ്ങളിലും ഇതര സംസ്ഥാനങ്ങളിലേക്ക് പോകുന്നതും കേരളത്തിൽ തന്നെ മലബാർ മേഖലയിലേക്കും പാലക്കാടൊക്കെ പോകുന്ന ബസ് വരും. മൾട്ടി ആക്സൽ ബസ്സുകളൊക്കെയാണ്. ഈ ബസ്സുകൾ കൊണ്ടുവന്ന് യാത്രക്കാരെ കയറ്റുന്നത് കൊണ്ട് തന്നെ വളരെ വലിയൊരു സമയം ബ്ലോക്ക് ആവാറുണ്ട് റോഡ്, പ്രത്യേകിച്ച് തമ്പാനൂർ, അരിസ്റ്റോ അവിടെയൊക്കെ. ഈ ബസ്സുകളെയൊക്കെ തന്നെ മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റണം. മുൻപ് മനോരമ പത്രം നടത്തിയ ഒരു ചർച്ചയിൽ സിറ്റി പോലീസ് കമ്മീഷണർ ഉൾപ്പെടെ ഞങ്ങൾ ഇരുന്നൊരു ചർച്ചയിൽ വന്നത്, ഒന്നിലും ഈഞ്ചക്കലേക്ക് മാറ്റണം. ഈഞ്ചക്കൽ ഇപ്പോൾ ഒരു ഗ്രൗണ്ട് ഉണ്ടല്ലോ, ഈ ദൂര സ്ഥലങ്ങളിലേക്ക് പോകുന്ന ബസ്സുകൾ അവിടെ ഇട്ടിട്ട് ആൾക്കാർ അവിടെ വന്ന് കയറണം. ഇന്ന് ഞാൻ ബഹുമാനപ്പെട്ട മന്ത്രിയെ ഇന്ന് ഒരു ചടങ്ങിൽ വെച്ച് കണ്ടപ്പോൾ സംസാരിച്ചിരുന്നു. വളരെ പോസിറ്റീവായിട്ടാണ് അദ്ദേഹം അതിൽ പ്രതികരിച്ചത്. അപ്പോൾ വരാൻ പോകുന്ന ദിവസങ്ങൾ ഞങ്ങൾ ഇരിക്കുമ്പോഴേക്കും അക്കാര്യങ്ങൾ ഉൾപ്പെടെ ചർച്ച ചെയ്യും. അദ്ദേഹം 1-2 ആശയങ്ങൾ മുന്നോട്ട് വെച്ചു. അപ്പോൾ KSRTC ആയിട്ട് വീണ്ടും ചർച്ചകൾ നടത്തും. തിങ്കളാഴ്ച തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയെ കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഇലക്ട്രിസിറ്റി മിനിസ്റ്റർ ശ്രീ സണ്ണി ജോസഫ്, അദ്ദേഹത്തെ കാണുന്നുണ്ട്. പിന്നെ ജലസേചന വകുപ്പ് മന്ത്രിയെ വിളിച്ചിട്ടുണ്ട്. അത് തിങ്കളാഴ്ച വൈകുന്നേരം 6 മണി അടുപ്പിച്ച് അദ്ദേഹത്തെ കാണും. 3 മന്ത്രിമാരെ തിങ്കളാഴ്ച കാണുന്നുണ്ട്. അപ്പോൾ കോർപ്പറേഷനുമായിട്ട് സഹകരിക്കേണ്ട വകുപ്പുകളിലെ മന്ത്രിമാരുമായിട്ട് എത്രയും ചുരുങ്ങിയ ദിവസം കൊണ്ട് തന്നെ ചർച്ചകൾ പൂർത്തിയാക്കും. നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിലെത്താനായി സാഗ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിനൊപ്പം നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു.